രേണുവിനുണ്ടായി അസുഖമായതിന് ശേഷം ഉണ്ടെങ്കിൽ എപ്പോഴും ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കണക്ക് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരുന്നു. ആ സമയത്തൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഞാനോട് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുള്ള രീതിയിൽ. ആ സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, അസുഖമായിരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ കീമോ ഒക്കെ എടുക്കുന്ന സമയത്തും ഉണ്ടെങ്കിൽ ഇത് കണക്ക് വീഡിയോ ഇടുന്നതിനൊന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, അല്ലെങ്കിൽ എനിക്ക് പൈസയ്ക്ക് അത്യാവശ്യമുണ്ട്, അത് ഇതിൽ കൂടെ ഒക്കെയാണ് വരുന്നതെന്നുള്ള രീതിയിൽ പറഞ്ഞ് എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഇടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കി കഴിഞ്ഞാൽ രേണു ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നും പോസ്റ്റ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. സോ ഇതുകൊണ്ട് തന്നെ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി രേണുവിന് എന്തെങ്കിലും കുഴപ്പം വന്നോ, അല്ലെങ്കിൽ പിന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയോ എന്നുള്ള രീതിയിൽ പിന്നെയും ആൾക്കാർ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നാലും ശരി, ഇതിന് മറുപടി എന്നുള്ള രീതിയിൽ അവരുടെ ഫാമിലിയുടെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ രേണുവിൽ നിന്നോ റെസ്പോണ്ട് ചെയ്തില്ല. എന്തായിരുന്നാലും കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കി കഴിഞ്ഞാൽ രേണുവിടെ ഈ വീഡിയോ ഒന്നും ഇടുന്നില്ല. സോ ഇതുകൊണ്ട് തന്നെ ആൾക്കാർ പറയാൻ തുടങ്ങി രേണുവിനുണ്ടെങ്കിൽ പ്രശ്നം അതുകൊണ്ടാണ് ഇത് കണക്ക് വീഡിയോ ഇടാത്തതെന്നുള്ള രീതിയിലായി പറഞ്ഞു തുടങ്ങി. കാരണം തന്നെ ഒരു സൈഡിൽ കൂടെ കിച്ചുവിൻ്റെ ഒക്കെ ഇഷ്യൂ കടന്നപ്പോഴത്തേക്ക് രേണു പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു, ഇനി ഉണ്ടെങ്കിൽ അവൻ്റെ പുറകെ പോകത്തില്ല എന്നുള്ള രീതിയിലൊക്കെ. അതിന് ശേഷമാണ് പിന്നെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തുള്ള ഒരു കാര്യം ഡീറ്റെയിൽസും ഒന്നും കിട്ടാത്തത്. സോ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഭയങ്കര ഡൗട്ടും കാര്യങ്ങളുമാണ്.